നമസ്കാരം. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം വലിയവിള ജംഗ്ഷൻ സമീപം. വലിയവിള മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 250 മീറ്റർ മാറി 5 സെൻറ്റിലായിട്ട് 2250 സ്ക്വയർ ഫീറ്റിൽ പൂർണ്ണമായും ചുടുകല്ലിലും തേക്കുംതടിൽ നിർമ്മിച്ച് 18 വർഷം 4 ബെഡ്റൂം വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. പോകാം വിശേഷങ്ങളിലേക്ക്. വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ വീഡിയോ കാണുന്ന സമയം എങ്കിലേ വരും ദിവസം വരുന്ന നല്ല വാല്യുബിൾ പ്രോപ്പർട്ടി നിങ്ങളിലേക്ക് ഞങ്ങൾ ഇടുന്നത് എത്തുകയുള്ളൂ കേട്ടോ. ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷനാണ് കേട്ടോ. നല്ല ഒന്നാന്തര ഹൈ ലെവലിലായിട്ടുള്ള നല്ല ഒന്നാന്തര റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ല ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ക്വാളിറ്റിയുള്ള പ്രോപ്പർട്ടി. അകത്തേക്ക് കയറുമ്പോൾ 2 വണ്ടി അനായാസനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വൈഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചും അതുപോലെ മുറ്റുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ മാക്സിമം അത് നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല വളരെ വൃത്തിയും നീറ്റുമായിട്ട് ഗാർഡനിങ് ചെയ്യുന്നതല്ല, അതിനെ വൃത്തിയായി പരിപാലിച്ചു കൊണ്ടുപോകുന്ന തരത്തിലേക്കാണ് അതിൻ്റെ ഗാർഡൻ ഏരിയ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഈ വീട്ടിൽ കയറിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു പെയിൻറ്റിങ് ചെയ്യാനുള്ള വർക്കായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഈ വീട്ടിൽ കയറിയ ഒരു 18 വർഷത്തിൻ്റെ ഫീലിംഗ് ഒന്നുമില്ല. നല്ല ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം ബിൽഡ് ക്വാളിറ്റി. ഇതിൻ്റെ എലിവേഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ലൊരു ഒരു ഹൈ പ്രീമിയം വീടായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ വന്നിട്ടുള്ളത്. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയയാണ്. ഫ്ലോർ കംപ്ലീറ്റ് മാർബിളാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ രീതിയിലേക്ക് പൂക്കളക്കും അതുപോലെ തന്നെ ചെടികളും ഒക്കെ വെച്ച് നല്ല ഗാർഡനിങ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു ഓപ്പൺ ടൈപ്പ് സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് എല്ലാം നല്ല തേക്കും തടിയിൽ കൊത്തുപണികൾ നിർമ്മിതമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്കെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന തടികൾ കംപ്ലീറ്റും തേക്കും തടിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു എൽ ടൈപ്പായിട്ട് ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നല്ല ലിവിങ് സ്പേസ് എന്ന് പറയാൻ നല്ല സ്ഥല സൗകര്യത്തോടു കൂടി നല്ല അടുക്കും ചുറ്റേറ്റ് കൂടിയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ പാറ്റേണിൽ കൊടുത്തിരിക്കുന്ന നല്ല അതിഗംഭീരമായ നല്ല രീതിയിലുള്ള ഇന്ത്യൻ ഡിസൈൻ കൂടി. നമുക്ക് ചില വീടുകളിലൊക്കെ ഞാൻ പലപ്പോഴും പറയും പോലെ നമുക്ക് ഡിസ്റ്റർബൻസ് ആകുന്ന രീതിയിലേക്ക് യാതൊരു പ്രോബ്ലവുമില്ല. നല്ല പ്രീമിയം എന്ന് പറയുന്ന നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ പാറ്റേണിലാണ് ഈ ലിവിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 2 വർഷത്തിന് മുമ്പ് ഏകദേശം 10-25 ലക്ഷത്തോളം മുടക്കി അവർ ഫുള്ള് ഈ വീട് റിനോവേഷനൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എടുക്കുന്നവർക്ക് ഇനി ഒരു പെയിൻറ്റ് അല്ലാതെ വേറെ ഒരു എക്സ്ട്രാ കോസ്റ്റിൻ്റെ ആവശ്യം വരാത്ത ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഏകദേശം ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ തന്നെ ഏകദേശം വാർഡ്രോപ്പ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം അലമാരകൾ പോലുള്ള സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടല്ല കൊടുത്തിട്ടുള്ളത്. പ്ലസ് അതിനകത്ത് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അംഗസംഖ്യ കുറവായതുകൊണ്ട് തന്നെ എല്ലാ ബെഡ്റൂമുകളും യൂസ് ചെയ്യുന്നതിന് ഒരു ബെഡ്റൂം മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നത്. ഹോളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എൽ മോഡലിലേക്കാണ് അതിൻ്റെ ഹോളിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ വന്നിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നല്ല 6 പേർക്ക് മനോഹരമായ രീതിയിലേക്ക് നിന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ഇതിൻ്റെ ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് സ്റ്റെയർകേഴ്സ് മോഡലിലേക്ക് പോകുന്ന രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് താഴ്വശത്തായിട്ട് നമുക്ക് ഒരു വാഷ് ബേസിൻ്റെ ഏരിയ കൂടെ വളരെ മനോഹരമായ രീതിയിലേക്ക് നല്ലൊരു ഒരു പോസിറ്റീവായിട്ട് തരുന്ന രീതിയിലേക്കൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഡൈനിങ് സ്പേസിൻ്റെ ഏരിയ ആയാലും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഇന്നത്തെ മോഡേൺ രീതിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ നിന്ന് നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്കൊരു ഓപ്പൺ ടൈപ്പ് കിച്ചണായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ സ്ഥല സൗകര്യത്തിൻ്റെ കാര്യത്തിലൊന്നും അധികം വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എന്നാലും അത്യാവശ്യം നല്ല സ്ഥല സൗകര്യത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ കിച്ചൻ്റെ ഒരു നിർമ്മാണ രീതിയൊക്കെ വന്നിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ എല്ലാ സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇന്നത്തെ മോഡേൺ കിച്ചണായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതെല്ലാം ഇപ്പോഴത്തെ മോഡൽ കിച്ചൺ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അധികം മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. 0 കോസ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റ് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ വരുന്നത്. സ്റ്റോറേജ് സ്പേസുകളും അതുപോലെ തന്നെ ഈ സൈഡിലേക്കൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്യാസിൻ്റെ സ്റ്റൗ കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ നമുക്ക് പുറത്ത് വയ്ക്കാനായിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നമുക്ക് ഏകദേശം നല്ലൊരു സോക്കേഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഒരുപാട് നല്ല സോക്കേഴ്സ് ഐറ്റംസുകളൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. 2 സൈഡിലേക്കും നമുക്ക് പോകാനായിട്ടുള്ള ഒരു വാതിലുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ബാക്കിലേക്ക് ഇറങ്ങുന്നതിൻ്റെ അവിടെ തന്നെ ഒരു ടെമ്പററി എന്ന രീതിയിലേക്ക് തന്നെയാണ് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു ഏരിയ ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഷീറ്റെല്ലാമായിട്ട് കവേർഡായിട്ട് എന്താ പറയുക മഴ പെയ്താലൊന്നും വെള്ളം നനയാത്ത രീതിയിലേക്കുള്ള എല്ലാ പണികളും തീർത്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. മുകളിലത്തെ ഫുള്ളി 2 ബെഡ്റൂമും ഒരു ഹാള് അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് ഇരുന്ന സ്റ്റെയർകേഴ്സ് കംപ്ലീറ്റും
ഫ്ലോർ കംപ്ലീറ്റ് ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സൈഡ് കംപ്ലീറ്റ് നമ്മുടെ ഹാൻഡിൽ കംപ്ലീറ്റും തേക്കും തടിയിലും അതുപോലെ തന്നെ സ്റ്റീലും അതുപോലെ നമുക്ക് ഗ്ലാസ് പാറ്റേൺ കൊടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു റിനോവേഷൻ കഴിഞ്ഞതുകൊണ്ട് ഇന്നത്തെ മോഡേൺ രീതിയിലേക്ക് കുറേ കൺവെർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു രീതിയിലേക്ക് വീട് മാറ്റിയെടുത്തിട്ടുണ്ട്. സ്ട്രക്ചറിലല്ല, ഇൻറ്റീരിയർ വർക്കിലാണ് അത് ചെയ്തിട്ടുള്ളത്. അകത്തേക്ക് കയറുമ്പോൾ വളരെ നന്നായിട്ട് നമുക്കൊരു നല്ലൊരു എന്താ പറയുക വീടിനൊരു മനോഹരിത തരുന്ന രീതിയിലേക്കാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പെയിൻ്റൊക്കെ ആയാലും നല്ല രീതിയിലുള്ള പ്രീമിയം രീതിയിലേക്ക് തോന്നുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു പെയിൻറ്റിങ് രീതിയൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണ്, വേണമെങ്കിൽ 3 ബെഡ്റൂമായിട്ട് എടുക്കാൻ പറ്റും. ഇത് ലിവിങ് സ്പേസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇത് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം കയറുമ്പോൾ ശരിക്കും ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാൻ പറ്റും. അത്രയും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയർ വർക്കായാലും ഇൻറ്റീരിയർ പെയിൻ്റൊക്കെ ടെക്സ്ചർ പെയിൻ്റൊക്കെ കൊടുത്ത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു പെയിൻറ്റിങ് ആയാലും അതുപോലെ തന്നെ ഡിസൈൻ പാറ്റേണൊക്കെ വന്നത്. നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനൊക്കെ എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടുള്ള മോഡലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ രീതിയിലേക്കാണ് ഇതിൻ്റെ ബാത്റൂമൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ബാത്റൂമൊക്കെ വളരെ ആധുനിക കാലത്ത്, അതായത് ഇപ്പോഴത്തെ കാലത്തെ രീതിയിലേക്ക് നല്ല റിനോവേഷൻ ചെയ്തതുകൊണ്ട് തന്നെ അത് എന്താ പറയുക അതിനകത്തുള്ള സ്പേഷ്യസിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ ഡിസൈനിലായാലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലും ടൈലിലായാലും നമുക്ക് നല്ല രീതിയിലേക്കുള്ളൊരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം കയറുമ്പോഴും ബെഡ്റൂം സൈസിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അലമാരകളും അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിലായാലും യാതൊരു പ്രോബ്ലവുമില്ല. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ സൈഡിലേക്കും ഈ സൈഡിലേക്കും അലമാരയെല്ലാം കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. അതുമല്ല ഇന്നത്തെ രീതിയിലേക്ക് നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് ആയിട്ട് ഇന്നത്തെ പുതിയ മോഡൽ ടൈപ്സിലേക്കുള്ളതിനാണ് അതിൻ്റെ അകത്തുള്ള ക്ലോസറ്റ് ആയാലും അതുപോലെ തന്നെ വാഷ് ബേസിൻ ആയാലും അതിനകത്തുള്ള മെറ്റീരിയൽസ് ആയാലും എല്ലാം ഹീറ്റർ ആയാലും എല്ലാം തന്നെ ഇന്നത്തെ പുതിയ രീതിയിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹോൾ ഏരിയ എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല വലിപ്പമുള്ളൊരു ഹോൾ ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ബെഡ്റൂമായിട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് യാതൊരു തടസ്സങ്ങളും ഇല്ലാത്ത രീതിയിലേക്കാണ് നമുക്ക് ലിവിങ് സ്പേസ് ആയിട്ടും കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു ഏരിയ വന്നിട്ടുള്ളത്. അവിടെയും നമുക്ക് ഏകദേശം നല്ലൊരു സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം നല്ല ഹൈറ്റിയും തന്നെ ഒരേപോലെ ഡിസൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കൊണ്ട് കാഴ്ചയിലും നല്ല ഭംഗിയാണ്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുമാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. ഇൻറ്റീരിയർ ഡിസൈൻ എല്ലാം നമുക്കൊരു പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ബാൽക്കണി ഏരിയയിലേക്ക് കയറുമ്പോൾ നമുക്ക് വേറെ ലോകത്തേക്ക് ഇറങ്ങുന്ന രീതിയിലേക്കാണ് ബാൽക്കണി ഏരിയ. നല്ല ഒന്നാന്തരം ഹൈ റെസിഡൻഷ്യൽ ഏരിയ, നല്ല രീതിയിൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ളത്. ഈ സൈഡിലേക്ക് നമുക്ക് നല്ല രീതിയിലേക്ക് ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഊഞ്ഞാലൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി അതിനെ ഇളക്കി മാറ്റിയിരിക്കുകയാണ്. നല്ല കാറ്റും വെളിച്ചവും കയറുന്ന തരത്തിലേക്കാണ് ആ ഒരു ഏരിയ. അങ്ങനെയാണ് ഈ ഏരിയക്കകത്ത് നല്ല ഒന്നാന്തരം കരഭൂമി ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചം കിട്ടുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഇവിടെയും നമുക്ക് ഈവനിങ് ഒക്കെ ഒരു ടീ ഒക്കെ കുടിച്ചിരിക്കാൻ പറ്റുന്ന നല്ല രീതിയിലേക്കുള്ളൊരു സ്പേസാണ്. ഈ സൈഡിലേക്ക് നമുക്കൊരു നല്ലൊരു ബാൽക്കണി ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഏകദേശം ഗാർഡനിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ സൈഡിലേക്കൊക്കെ നല്ല രീതിയിൽ ഗാർഡനിങ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരേ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് ഈ സൈഡിലേക്ക് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഏകദേശം വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് നേരെ സ്റ്റെയർ കേസിലേക്ക് പോകാം. അവിടെ ഏകദേശം ഇതിൻ്റെ മുകളിലുള്ളൊരു ഫുൾ വിഷനും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയുന്നത് നല്ല ധാരാളം സ്പേസ് ഉണ്ട്. നമുക്ക് മോഡലിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് ധാരാളം സാധനങ്ങൾ ഡംപ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് സാധനങ്ങൾ വെക്കാനോ ഒക്കെ തുണിയൊക്കെ അലക്കിയിട്ട് വിരിക്കാനൊക്കെ ഉള്ള എല്ലാ സ്ഥല സൗകര്യവും കൂടിയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയവിള ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് 250 മീറ്റർ മാത്രമാണ് ഇതിലേക്ക് വരുന്ന ഡിസ്റ്റൻസ്. എന്ന് നല്ല ടാർ റോഡായിട്ടുള്ള ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. 5 സെൻറ്റ് 2250 സ്ക്വയർ ഫീറ്റ് പൂർണ്ണമായും ചുടുകല്ലിൽ 18 വർഷം പഴക്കമാണ് ഞാൻ പറഞ്ഞു. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 1,10,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കിടന്ന നമ്പറിലേക്ക് വിളിക്കുക.